മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറി ആവാൻ. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. യേശുനാഥൻ താതനയച്ചൊര പ്രേക്ഷിതൻ, അമ്മ മേരി സഹകാരിണി പ്രേക്ഷിത, അപ്പസ്തോലന്മാർ യേശു അയച്ചതാം പ്രേക്ഷിത, പ്രാണനേകിയ ആദ്യ ധീര രക്തസാക്ഷികൾ. പ്രേക്ഷിത വഴിയിൽ ചിന്തിണമൊഴുക്കി ഇന്നും അനേകം ധീര. പ്രേക്ഷിതർക്കായി അഞ്ജലി കൂപ്പാം എന്നെന്നും തിരുസവിധി. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. പ്രിയ കൂട്ടുകാരെ, മിഷനെ മിഷണറിയാവാൻ ഒരിക്കൽ കൂടി ഏവർക്കും കടുകുമണി അപ്പോസ്തലോയിലേക്ക് വെരി ഗുഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് സേവനത്തിലൂടെയുള്ള പ്രേക്ഷിത പ്രവർത്തനമാണ്. എന്താ മോളെ യാക്കോബ് ശ്ലീഹ പറയുന്നത്? പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. യാക്കോബ് 2:17. യാക്കോബ് 2:17 അദ്ദേഹം പറയുന്നത് പ്രഘോഷണം കൊണ്ട് മാത്രമായില്ല, പ്രഘോഷണം വഴിയായി നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വിശ്വാസം അത് ഒരു ആക്ഷനിലേക്ക് മാറണം, അതൊരു പ്രവൃത്തിയിലേക്ക് പരിണമിക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്യണം ഈശോയെ പോലെ. ഈശോ പ്രസംഗിക്കുക മാത്രമാണോ ചെയ്തത്? ഈശോ പ്രസംഗിച്ച ഓരോ കാര്യങ്ങളും ഈശോയുടെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത് കാണിക്കുന്നുണ്ട്. കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞേ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു, ലാസറിനെ ഉയർപ്പിക്കുന്നു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, അന്ധന് കാഴ്ച, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. അങ്ങനെ നോക്കിയാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഈശോ പ്രസംഗിച്ചത് ജീവിച്ചയാളാണ്, അല്ലേ? ഈശോയുടെ പ്രസംഗവും ഈശോയുടെ ജീവിതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, പരസ്പരം പൂരകങ്ങളാണ്. പക്ഷേ നമുക്ക് അറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അവർ പ്രസംഗിക്കാൻ വലിയ മിടുക്കരാണ്, നല്ല നല്ല കാര്യങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ അവർക്കറിയാം. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരുപക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പ്രതിഫലിക്കണം എന്നില്ല. എന്തെങ്കിലും ആട്ടെ, ഇനി ഈശോയുടെ ജീവിതത്തിൽ ഈശോ ചെയ്ത ഏതെങ്കിലും ഒരു സേവന പ്രവൃത്തിയെ നിങ്ങൾക്കൊന്ന് അഭിനയിച്ച് കാണിക്കാവോ? 2 ടീമായിട്ട് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിച്ച് ഏതാ ചെയ്യുന്നതെന്ന്.
ഓക്കെ, റെഡി? റെഡി. നമുക്ക് ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്, ആ ആക്ഷൻ നിങ്ങൾ ഈശോ ചെയ്ത ഏത് പ്രവൃത്തിയാണെന്ന് പറയണം. ഓക്കെ, റെഡിയാണോ? ആരംഭിക്കാം. റെഡിയായില്ലേ? അമ്പാ തുടങ്ങും. പെർഫോമൻസ് നന്നായിരിക്കുന്നു. വെരി ഗുഡ്. ഇനി നിങ്ങളാണ് പറയേണ്ടത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. ഈശോ ആർക്കോ മേക്കപ്പ് ഇട്ട് കൊടുക്കുക. ആ, അല്ല, തെറ്റത്. ഈശോ മേക്കപ്പെട്ടു. തമാശകളെ ഫിലിപ്പേ, കാര്യത്തിലേക്ക് വാ. സാറേ, ഈ അന്ധന് കാഴ്ച നൽകുന്നത്. അന്ധന് കാഴ്ച നൽകുന്നത്. പക്ഷേ ഏത് ഭാഗമാണ്, എന്താണ് സംഭവിക്കുന്നത് ആക്ച്വലി? ഈശോ നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി അത് അന്ധൻ്റെ കണ്ണുകളിൽ പുരട്ടിയിട്ട് പറയുകയാണ് സീലോഹായിൽ പോയി കഴുകാന്ന്. ആ, അതിനുശേഷം കണ്ണിന് കാഴ്ച ലഭിച്ച് തിരിച്ചു വരുന്നതായി. ശീലോഹയിൽ കഴുകുന്നതാണോ? അല്ലല്ലോ, അതല്ല. ഈശോ കണ്ണിൽ ഇത് പുരട്ടി നോക്കാൻ പറയുകയാണ്. അന്നേരം പറയുകയാണ് എനിക്ക് ശരിക്കും കാണത്തില്ല, ഞാൻ കാണുന്നതെല്ലാം മരങ്ങളെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം വീണ്ടും ഈശോ കണ്ണുകളെ തൊട്ട് സുഖപ്പെടുത്തുകയാണ്. അതാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ പെർഫോമൻസ് കാണട്ടെ. റെഡിയാണല്ലോ അല്ലേ? തുടങ്ങാം. പെർഫോമൻസ് ഗുഡ്. ഈശോ ഇരുന്നോളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സാർ ഇത് കാനായിലെ കല്യാണ വിരുന്നാണോ? കാനായിലെ കല്യാണ വിരുന്നാണോ? അല്ല, അല്ല. സാർ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതോ? അല്ല, ചിലപ്പോ വരത്തില്ലേ? ചിലപ്പോൾ ആയിരിക്കും അല്ലേ? സാറേ ഇത് പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നതാണോ? പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നതാണോ? ആണല്ലേ? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 38 മുതൽ 41 വരെ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 38 മുതൽ 41 വരെ. അതായത് എങ്ങനെയാണ് മനസ്സിലായേ? ഞങ്ങളെല്ലാവരും കൂടി കുറെ ഡിസ്കഷൻ ചെയ്തിട്ട് അവസാനം മനസ്സിലായി. അപ്പം അതായത് വിറച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പം മനസ്സിലായി. വിറച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായോ? അത് കൊള്ളാം. എങ്ങനെയായാലും വളരെ മനോഹരമായിരിക്കുന്നു. ഈശോ കണ്ടോ, ഈശോ കാര്യങ്ങൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി ഓരോരുത്തരെ സഹായിക്കുന്ന ജീവിതഗന്ധിയായ ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാനായിട്ട് സാധിക്കും. അന്നൊന്ന് വായിച്ചേ ആ വിശുദ്ധ ഗ്രന്ഥഭാഗം. കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഇതുമൂലം നമ്മൾ സത്യത്തിൽ നിന്നുള്ളവരാണെന്ന് നാം അറിയുന്നു. 1 യോഹന്നാൻ 3:18 മുതൽ 19 വരെ. 1 യോഹന്നാൻ 3 അധ്യായം 18 മുതൽ 19 വരെ. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാതെ ക്രിസ്ത്യാനികളാണെന്നോ ഈശോയെ അറിയുന്നവരാണെന്നോ വാചകം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മളുടെ പ്രവൃത്തിയിലൂടെ നാം കാണിച്ചു കൊടുക്കണം നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെന്ന്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണെന്ന്. ഈശോ ചെയ്യുമ്പോൾ ചെയ്തെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ. അപ്പോൾ വ്യക്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വചനഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ ആരെയെങ്കിലുമൊക്കെ സഹായിച്ചതായിട്ട്, ആർക്കെങ്കിലും സേവനം ചെയ്ത സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? ഉണ്ടോ? എന്താ? കൂട്ടുകാരി പനിയായിട്ട് കുറേ നാൾ വരാതിരുന്നപ്പം നോട്ട് എഴുതി കൊടുത്ത് സഹായിച്ചു. കൂട്ടുകാരി സ്കൂളിൽ വരാൻ പറ്റാതിരുന്നപ്പോൾ നോട്ട് എഴുതി കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഇനി മറ്റേതെങ്കിലും? എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛന് മാരക രോഗം പിടിച്ചപ്പോൾ ഞങ്ങൾക്കാവുന്ന വിധം ഞങ്ങൾ സംഭാവന നൽകി അവർ സഹായിച്ചു. വെരി ഗുഡ്. പ്രിയ കൂട്ടുകാരെ, സേവനത്തിലൂടെയുള്ള പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് അല്ലേ? മനോഹരമായൊരു പാട്ട് നമുക്കറിയാം. ആ പാട്ടനുസരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ നൃത്ത ചുവടുകളും തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് പെർഫോം ചെയ്താലോ? ചെയ്യാം. നമ്മുടെ
വളരെ നന്നായിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ സേവനത്തിലൂടെ ഈശോയെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്ഥാപനം കാണാനായിട്ട് പോവുകയാണ്. നിങ്ങൾ തയ്യാറാണോ? കടുകുമണി അപ്പസ്തലോയിലെ കൊച്ചുകൂട്ടുകാർക്ക് സ്നേഹാരാം പൈകട പുവർ ഹോമിലേക്ക് സ്വാഗതം. സേവനത്തിലൂടെ എങ്ങനെ പ്രേക്ഷിതരാകാം എന്ന പാഠത്തെക്കുറിച്ചാണല്ലോ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. സേവനത്തിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന വേദിയാണ് ഈ പൈകട പുവർ ഹോം. സ്നേഹാരാം എന്ന ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്ഥാപനവും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 1969 ബഹുമാനപ്പെട്ട അബ്രാഹം കൈപ്പമ്പിളാക്കൽ അച്ഛൻ സ്ഥാപിച്ച സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹം സമൂഹത്തിലെ അനാഥരും അവഗണിക്കപ്പെട്ടവരും നിരാലംബരുമായ ആളുകൾക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചവരുടെ ഒരു സമൂഹമാണ്. ഈ പൈകട പുവർ ഹോമിൽ ജീവിതത്തിലെ വിവിധ കാരണങ്ങളാൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ട പ്രായാധിക്യത്താൽ വേദനിക്കുന്ന വൃദ്ധരായുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. 25 അമ്മച്ചിമാരാണ് ഇന്ന് സ്നേഹഗിരി സിസ്റ്റേഴ്സിൻ്റെ സ്നേഹത്തണലിൽ ഇന്ന് ഇവിടെ താമസിക്കുക. ശാരീരികമായിട്ട് രോഗാധിക്യം കൊണ്ട് പ്രായാധിക്യം കൊണ്ട് ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്നവരാണ് ഇവിടെ താമസിക്കുന്ന അമ്മച്ചിമാരെല്ലാവരും തന്നെ. അവരിൽ ചിലർ തീർത്തും കിടപ്പ് രോഗികളാണ്. അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും മക്കളെ പോലെ സ്നേഹത്തോടെ സിസ്റ്റേഴ്സ് ചെയ്തു കൊടുക്കുന്നു. അതുപോലെ സ്നേഹാരാം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്കൂൾ ഈ സ്ഥാപനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 85 ഭിന്നശേഷിയുള്ള കുട്ടികളാണ് ഇന്ന് ഈ സ്കൂളിൽ പഠനം നടത്തുക. അവർക്ക് പാഠ്യേതര വിഷയങ്ങളിൽ സിസ്റ്റേഴ്സും അതുപോലെ മറ്റ് അധ്യാപകരും പരിശീലനം നൽകി വരുന്നു. സ്നേഹാരാമിൽ പഠിക്കുന്ന 35ഓളം കുട്ടികൾ ഈ സ്നേഹാരാം ബോർഡിങ്ങിൽ താമസിച്ച് അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗവും ഈ ഭവനത്തോട് ചേർന്നാണ് പ്രവർത്തിക്കുക. ഈ ശുശ്രൂഷ രംഗത്തിലൂടെ സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സ് സേവനത്തിലൂടെ എങ്ങനെ പ്രേക്ഷിതരാകാമെന്ന സഭയുടെ മുഖത്തിന് ഒരു വ്യക്തമായുള്ള കാഴ്ചപ്പാട് ലോകത്തിൻ്റെ മുൻപിൽ തിരുസഭയ്ക്ക് മുൻപിൽ കാഴ്ചവെക്കുന്നു.